ഇസ്രായേൽ ആക്രമണത്തിൽ ലബനാന് ഉറച്ച പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈന. ലബനാന്റെ പരമാധികാരവും സുരക്ഷയും ദേശീയാന്തസ്സും സംരക്ഷിക്കാൻ തങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ് വാങ്. ന്യൂയോർക്കിൽ ലബനാൻ വിദേശകാര്യമന്ത്രി അബ്ദുല്ല ബു ഹബീബുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം രാജ്യത്തിന്റെ പിന്തുണ ഉറപ്പാക്കിയത്. സ്ഥിതിഗതികൾ എങ്ങനെയൊക്കെ മാറിമറിഞ്ഞാലും ചൈന നീതിയുടെ പക്ഷത്തും ലബനാൻ ഉൾപ്പെടെയുള്ള അറബ് സഹോദരങ്ങൾക്കൊപ്പവും ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ലബനാനിൽ അടുത്തിടെ ആശയവിനിമയ സംവിധാനങ്ങൾ പൊട്ടിത്തെറിച്ചതുൾപ്പെടെ പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. സിവിലിയന്മാർക്കെതിരായ ആക്രമണങ്ങളെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുവെന്ന് വാർത്താക്കുറിപ്പിൽ പറയുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന. അറബ് രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര സമൂഹവുമായും ഒന്നിച്ചു പ്രവർത്തിക്കും. ഹിംസയെ ഹിംസ കൊണ്ട് നേരിട്ടാൽ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകില്ല. അത് കൂടുതൽ മാനുഷിക ദുരന്തത്തിനിടയാക്കുക മാത്രമാണ് ചെയ്യുക. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം വ്യക്തമായ നിലപാടെടുക്കണം. മേഖലയിലെ രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും വാങ് ആഹ്വാനം ചെയ്തു. ഗസ സംഘർഷത്തിന്റെ അനുരണനമാണ് പുതിയ സാഹചര്യമെന്നും ചൈനീസ് നേതാവ് അഭിപ്രായപ്പെട്ടു. ശാശ്വതമായ വെടിനിർത്തലാണ് ഇക്കാര്യത്തിൽ ചൈനയുടെ നിലപാട്. ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കാനായി ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറണമെന്നും വാങ് ആവശ്യപ്പെട്ടു. UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമിതികളിലും മറ്റു വേദികളിലും ലബനാന് വേണ്ടി സംസാരിക്കുന്നതിന് രാജ്യത്തിന്റെ നന്ദി വിദേശകാര്യമന്ത്രി അബ്ദുല്ല ബു ഹബീബ് അറിയിച്ചു. ലബനാനെ പോലെയുള്ള ചെറിയ രാജ്യങ്ങൾക്ക് UN ചട്ടങ്ങൾ പ്രകാരമുള്ള പരമാധികാരവും സ്വാതന്ത്ര്യവും പരമപ്രധാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുല്ലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഹിസ്ബുല്ല ഒറ്റയ്ക്കാകില്ലെന്നാണ് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയത്. ലബനാനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെയാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. പടിഞ്ഞാറൻ രാജ്യങ്ങളും അമേരിക്കയുമെല്ലാം പിന്തുണയ്ക്കുകയും സഹായിക്കുകയും പ്രതിരോധമൊരുക്കുകയും ചെയ്യുന്ന രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ ഹിസ്ബുല്ല ഒറ്റയ്ക്കാകരുതെന്ന് CNN നൽകിയ അഭിമുഖത്തിൽ പെസഷ്കിയാൻ പറഞ്ഞു. ലബനാനെ മറ്റൊരു ഗസയാക്കാൻ അന്താരാഷ്ട്ര സമൂഹം അനുവദിക്കരുതെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് ഹിസ്ബുല്ലയെ പിന്തിരിപ്പിക്കാൻ ഇറാൻ ഇടപെടുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മസൂദ് പെസഷ്കിയാൻ. ഇസ്രായേൽ യുദ്ധക്കൊതിയുമായി നടക്കുകയാണെന്നാണ് ഇറാൻ പ്രസിഡന്റ് ന്യൂയോർക്കിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. UN വാർഷിക പൊതുസഭയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ആഗോളതലത്തിൽ ഒരാൾക്കും അത് ഗുണമാകില്ലെന്ന് മറ്റാരെക്കാളും ഞങ്ങൾക്കറിയാം. ഇവിടെ ഇസ്രായേലാണ് ആക്രമണം വിപുലമാക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ 100 വർഷത്തിനിടെ ഇറാൻ ഒരു യുദ്ധത്തിനും തുടക്കം കുറിച്ചിട്ടില്ല. എന്നാൽ ഇറാന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്താൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ലെന്നും മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിന് മുന്നിൽ നിസ്സംഗമായി നിൽക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ ലബനാൻ ഫലസ്തീൻ ജനതയ്ക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇസ്രായേലിന്റെ ഭ്രാന്തമായ ആക്രമണത്തിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് UN രക്ഷാസമിതിയിൽ ആവശ്യമുയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ. തിങ്കളാഴ്ച മുതൽ ലബനാനിൽ നടക്കുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 560 കടന്നു. ഇതിൽ 50 കുട്ടികളും ഉൾപ്പെടും. 1835 പേർക്കാണ് പരിക്കേറ്റത്. തെക്കൻ കിഴക്കൻ ലബനാൻ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ആക്രമണം നടക്കുന്നത്. 2 ദിവസങ്ങൾക്കുള്ളിൽ 1600-ലധികം ഹിസ്ബുല്ല താവളങ്ങൾ ആക്രമിച്ചെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ഇസ്രായേൽ വ്യോമ താവളങ്ങൾക്ക് നേരെ അടക്കം 200-ലേറെ റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹിസ്ബുല്ലയും അവകാശപ്പെടുന്നു.